Hello my dear students, welcome back to the new session of Python programming. In the previous class, we were discussed about how to define and call user-defined functions in Python. Today, we are going to explore more about user-defined functions. What is a user-defined function? Functions that we define ourselves to do certain specific tasks are referred as user-defined functions. To use their own functions in Python, users have to define the function first. This is known as function definition. In a function definition, users have to define a name for the new function and also the list of statements that will execute when function will be called. After writing the statements, the block is ended with a return statement. So, നമുക്ക് user defined functions ne kurichu already nammal padichadana. അപ്പോൾ ആദ്യം യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് യൂസ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഒരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. അതിനെയാണ് ഫങ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഒരു ഫങ്ഷൻ ഡെഫിനിഷനിൽ മെയിനായിട്ട് രണ്ട് പാർട്ടാണുള്ളത്. ഫങ്ഷൻ ഹെഡർ ഉണ്ടായിരിക്കും, ഫങ്ഷൻ ബോഡി ഉണ്ടായിരിക്കും. ഫങ്ഷൻ ഹെഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫ് എന്ന് പറയുന്ന ഒരു കീവേഡ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. ദെൻ അതിനുശേഷം ഫങ്ഷൻ്റെ നെയിം എന്താണോ ആ നെയിം കൊടുക്കും. ഈ നെയിം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് എൻ ഐഡന്റിഫയർ. ദാറ്റ് ഈസ് ഒരു ഐഡന്റിഫയർ ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ റൂളുകളും ഫോളോ ചെയ്തിട്ടാണ് ഫങ്ഷൻ്റെ നെയിം നമ്മൾ കൊടുക്കുന്നത്. ദെൻ അതിനുശേഷം ഫങ്ഷനിലേക്ക് നമുക്ക് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ വി യൂസ് പാരാമീറ്റേഴ്സ് ഇൻസൈഡ് ദ പാരന്തസിസ്. ഓക്കെ, ദെൻ അതിനുശേഷം ഒരു കോളൻ. ഇത്രയും ചേർന്നതാണ് ഫങ്ഷൻ ഹെഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ അതിനുശേഷം നമ്മൾ ഇൻറ്റൻറ്റ് ചെയ്തിട്ട് കൊടുക്കുന്ന സെറ്റ് ഓഫ് ലൈൻസ്, ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എന്തൊക്കെയാണോ നമുക്ക് ചെയ്യേണ്ടത് ആ ആക്ഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഫംഗ്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ്. ദെൻ ലാസ്റ്റ് നമുക്ക് ഫംഗ്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ, അതുപോലെ ഫംഗ്ഷനിൽ നിന്നും നമുക്ക് കോളിംഗ് ഫംഗ്ഷനിലേക്ക് കോൾ ചെയ്യുന്നിടത്തേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ആ ഫംഗ്ഷൻ നമ്മൾ എൻഡ് ചെയ്യും. ഇതാണ് ഒരു ഫംഗ്ഷൻ ഡെഫിനീഷൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ we can call a user defined function by using function name followed by the arguments in the parenthesis. That is, ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാനുള്ള സിൻടാക്സ് ആണിത്. ദാറ്റ് ഈസ് എന്താണോ ഫംഗ്ഷന്റെ പേര് ആ ഫംഗ്ഷൻ നെയിം ഫോളോഡ് ബൈ ആർഗ്യുമെന്റ്സ്. ഇവിടെ നമ്മൾ എത്ര ആർഗ്യുമെന്റ്സ് പാസ് ചെയ്തിട്ടുണ്ടോ, എത്ര പാരാമീറ്റർ പാസ് ചെയ്തിട്ടുണ്ടോ അത്രയും കറസ്പോണ്ടിങ് ആർഗ്യുമെന്റ്സ് നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യും. അങ്ങനെ ആ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യും. ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് പറയുന്ന വേറൊരു പേരാണ് ഫംഗ്ഷൻ ഇൻവോക്കേഷൻ എന്നത്. Okay, then consider an example. This is a function, ഒരു ഫംഗ്ഷൻ ഡെഫിനീഷൻ, ഫംഗ്ഷൻ്റെ ഡെഫിനീഷൻ നമ്മൾ കൊടുത്തു, ദെൻ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നു. ഇത്രയാണ് ഈ ഒരു എക്സാമ്പിളിൽ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനീഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം ഡെഫ് എന്ന് പറയുന്ന കീവേഡ്, അതിനുശേഷം റിസൾട്ട്, ഫംഗ്ഷൻ്റെ പേരാണ് റിസൾട്ട്, നമുക്ക് ഇഷ്ടമുള്ള എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. സോ റിസൾട്ട്. ദെൻ ഇവിടെ 3 പാരാമീറ്റേഴ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ചെയ്യുന്നത് 3 മാർക്ക് പാസ് ചെയ്തിട്ട് ആ മാർക്കിൻ്റെ പെർസെൻറ്റേജ് കണ്ട് ആ കുട്ടി ഫെയിൽ ആണോ അതോ പാസ്സാണോ എന്ന് കണ്ടുപിടിക്കാനാണ്. സോ 3 മാർക്ക് വേണം. സോ ആ 3 മാർക്കിനെ നമ്മൾ പാരാമീറ്റർ ആയിട്ട് ഇവിടെ പാസ് ചെയ്യുന്നു. ദെൻ ആ കുട്ടിയുടെ മാർക്കിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആ മാർക്ക് സം ചെയ്തിട്ട് ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നു. ഓൾസോ അതിനെ ഡിവൈഡഡ് ബൈ 3, അതായത് ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പെർസെൻറ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അതിൻ്റെ വാല്യൂവിനെ അസൈൻ ചെയ്യുന്നു. ദെൻ ചെക്ക് ചെയ്യാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ആണെങ്കിൽ റിസൾട്ട് പാസ്സായിരിക്കും, അല്ലാത്ത കേസിൽ ആ കുട്ടി ഫെയിൽ ആയിരിക്കും. ഇങ്ങനെ നമ്മൾ പ്രിന്റ് ചെയ്യാണ്. ദെൻ നമ്മൾ ഈ ലാസ്റ്റ് ഈ പ്രോഗ്രാമിൻ്റെ എൻഡിൽ റിട്ടേൺ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഡെഫിനീഷൻ്റെ എൻഡിലായിട്ട് റിട്ടേൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും റിട്ടേൺ ചെയ്യാനില്ല. ദാറ്റ് ഈസ് ആ കുട്ടി പാസ്സാണോ ഫെയിൽ ആണോ എന്നുള്ളത് ഇവിടെ തന്നെ പ്രിന്റ് ചെയ്തിട്ട് ആ പ്രോഗ്രാം അവസാനിക്കുകയാണ് ചെയ്യുക. സോ അതുകൊണ്ട് റിട്ടേൺ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ലെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് റിട്ടേൺ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ റിട്ടേൺ ഒരു എക്സ്പ്രഷൻ ഒന്നും നമ്മൾ കൊടുക്കില്ല, ജസ്റ്റ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ ലൈനാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് അവിടെ റിട്ടേൺ നൺ. നൺ എന്ന് പറയുന്ന ഒരു കീവേഡ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, റിട്ടേൺ നൺ. അതായത് പ്രത്യേകിച്ച് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എങ്കിലാണ് ജസ്റ്റ് റിട്ടേൺ എന്ന് പറഞ്ഞ് മാത്രം കൊടുക്കുന്നത്.
Then next ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ നോക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 3 വേരിയബിളിനെ ഇവിടേക്ക് പാസ് ചെയ്യണം. അതിന് വേണ്ടി ആ 3 വാല്യൂസ് ദാറ്റ് ഈസ് 3 മാർക്ക് റീഡ് ചെയ്യാനായിട്ട് ഇൻപുട്ട് ഫംഗ്ഷൻ വെച്ചിട്ട് 3 മാർക്ക് ഫിസിക്സിന്റെ കെമിസ്ട്രിയുടെ മാത്സിന്റെ മാർക്ക് നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷൻ വെച്ച് റീഡ് ചെയ്തിട്ട് 3 വേരിയബിളിലേക്ക് കൊടുത്തു. ദെൻ ആ ഫംഗ്ഷന്റെ പേര് റിസൾട്ട് ഓഫ് PCM എന്ന് പറഞ്ഞിട്ട് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യണം. ദിസ് ഈസ് ഫംഗ്ഷൻ കോളിംഗ്. ഇങ്ങനെ കോൾ ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് ഈസ് ഇതാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ട് എപ്പോഴാണോ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് വർക്ക് ചെയ്യും. ഓക്കെ, ഇത് വർക്ക് ചെയ്തിട്ട് ഇതിനുള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ട് നമ്മൾ കൊടുത്ത മാർക്കിനനുസരിച്ച് കുട്ടി പാസ്സാണോ അല്ലെങ്കിൽ ഫെയിൽ ആണോ എന്നുള്ളത് കാണിച്ചു തരും. ഓക്കെ, ഇപ്പൊ ഇത് 2 ഔട്ട്പുട്ടിന് എക്സാമ്പിൾ ആണ്. ആദ്യം 3 മാർക്ക് വെച്ചിട്ട് കൊടുത്തു, അതുപോലെ വേറെ 3 മാർക്ക് വെച്ചിട്ട് വീണ്ടും ഇതേ പ്രോഗ്രാം തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഔട്ട്പുട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് ഒരു ഫംഗ്ഷൻ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെയിൻലി 2 പാർട്സ്, ദാറ്റ് ഈസ് ഫംഗ്ഷൻ ഡെഫിനിഷൻ ആൻഡ് ഫംഗ്ഷൻ കോളിംഗ്. ഓക്കെ, ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഒരു ഫംഗ്ഷൻ ഹെഡർ ഉണ്ടായിരിക്കും, ദെൻ ഫംഗ്ഷൻ ബോഡി ഉണ്ടായിരിക്കും, ബോഡി എൻഡ് വിത്ത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ഓൾസോ ഫംഗ്ഷൻ കോളിംഗ് ആണ്. ഫംഗ്ഷൻ കോളിങ്ങിനെ തന്നെയാണ് ഫംഗ്ഷൻ ഇൻവോക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻ കോളിങ്ങിൽ നമ്മൾ പാരാമീറ്റേഴ്സ് ഇവിടുന്ന് പാസ് ചെയ്യും. ആ കറസ്പോണ്ടിങ് പാരാമീറ്റേഴ്സ് ഉള്ള കേസിലാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, എല്ലാ ഫംഗ്ഷനും പാരാമീറ്റേഴ്സ് കമ്പൽസറി അല്ല. പാരാമീറ്റേഴ്സ് ഉള്ള ഫംഗ്ഷൻ ആണെങ്കിൽ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഇവിടെ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ കോളിങ്ങിലും പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എക്സാമ്പിൾ. ഓക്കെ, then what are the advantages of user defined functions? User defined functions help to decompose a large program into small segments, which makes program easy to understand, maintain and debug. We have already studied about the advantages of functions. ഫംഗ്ഷൻസിന്റെ അഡ്വാൻറ്റേജ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിന് സിമിലർ തന്നെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിന്റെയും അഡ്വാൻറ്റേജ്. ഒരു വലിയ പ്രോഗ്രാമിനെ നമുക്ക് ചെറിയ പ്രോഗ്രാംസ് ആക്കി മാറ്റാനും അതുപോലെ അങ്ങനെ നമുക്ക് അത് ആ പ്രോഗ്രാംസ് അണ്ടർസ്റ്റാൻഡ് ആവാനും അതുപോലെ ഡീബഗ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിനെ യൂസ് ചെയ്യാം. Also, if repeated code occurs in a program, function can be used to include those codes and execute when needed by calling that function. ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള കോഡുകൾ ഒരു പ്രോഗ്രാമിൽ വരുന്നുണ്ടെങ്കിൽ ആ കോഡുകൾ ഒരു ഫംഗ്ഷൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ ആ കോഡുകൾ എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ ജസ്റ്റ് ആ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മതി. Then third advantage, programmers working on large project can divide the workload by making different functions. ഒരു വലിയൊരു പ്രൊജക്റ്റിനെ കുറെ ചെറിയ ഫംഗ്ഷൻസ് ആക്കി മാറ്റിയിട്ട് ആ ഒരു ഫുൾ പ്രൊജക്റ്റിന്റെ വർക്ക് ലോഡ് നമുക്ക് പല ആളുകൾക്കായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ട് ഹെൽപ്പ് ചെയ്യും. These are the different advantages of functions, user defined functions. Then we move to the next topic, parameters and arguments. നമ്മളിപ്പോൾ ഫംഗ്ഷൻസിൽ കണ്ടു, ഫംഗ്ഷൻസിന്റെ പേര് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാരന്തസിൽ കൊടുക്കുന്നതിനെയാണ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. Arguments or parameters provide a mechanism for passing information from the calling segment of the program to the called function. That is calling segment, അതായത് calling function നിന്ന് called functionക്ക് information pass ചെയ്യാൻ വേണ്ടിയിട്ടാണ് parametersഉം അല്ലെങ്കിൽ argumentsഉം യൂസ് ചെയ്യുന്നത്. The terms parameters and arguments can be used for the same thing, that is the information that are passed into a function. ഈ പാരാമീറ്റേഴ്സും ആർഗ്യുമെന്റ്സും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്നുണ്ടെങ്കിൽ the parameters appearing in the header line of the function definition is known as formal parameters and the parameters appearing in the function call is referred to as actual parameters or arguments. Okay, that is function definition അതിന്റെ ഹെഡറിൽ വരുന്ന ഈ പാരാമീറ്റേഴ്സിനെയാണ് ഫംഗ്ഷൻ ഹെഡറിൽ വരുന്ന ഈ പാരാമീറ്റേഴ്സിനെയാണ് ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന പാരാമീറ്റേഴ്സിനെയാണ് ആക്ച്വൽ പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. സോ പാരാമീറ്റേഴ്സും ആർഗ്യുമെന്റ്സും ഒരേ ഇൻഫോർമേഷൻ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിലും ഫംഗ്ഷൻ ഡെഫിനിഷനിൽ അതിനെ ഫോർമൽ പാരാമീറ്റേഴ്സും ഫംഗ്ഷൻ കോളിൽ നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂസിനെ ആക്ച്വൽ പാരാമീറ്റർ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എന്നും പറയും. മെയിൻ ആയിട്ട് നമ്മൾ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആയിട്ട് വാരിയബിൾസോ ലിറ്ററൽസോ എക്സ്പ്രഷൻസോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, then we can call a function by using the following types of arguments.
required or positional arguments, default arguments, keyword arguments and arbitrary arguments. That is, there are different types of arguments used inside a function. Okay, first, required or positional arguments. Required arguments are the arguments passed to a function in correct positional order. Here, the number of arguments in the function call should match exactly with the function definition. That is, required arguments are also known as positional arguments, as the values of the actual arguments are mapped and assigned to the formal parameter by their positional association. When you call a function, Python matches each argument in the function call with the parameter in the function definition based on the order of arguments provided. Okay. ഇപ്പോൾ റിക്വയർഡ് അല്ലെങ്കിൽ പൊസിഷണൽ ആർഗ്യുമെന്റ്സിന്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ ഡെഫിനീഷനിൽ എത്ര നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് തന്നെ ഫംഗ്ഷൻ കോളിലും പാസ് ചെയ്യുന്നതാണ് റിക്വയർഡ് അല്ലെങ്കിൽ പൊസിഷണൽ ആർഗ്യുമെന്റ്സ്. ഈ ഫംഗ്ഷൻ കോളിലുള്ള ആക്ച്വൽ ആർഗ്യുമെന്റ്സ് അതിന്റെ പൊസിഷന്റെ ഓർഡറിൽ കറസ്പോണ്ടിങ് ഫോർമൽ പാരാമീറ്ററിലേക്ക് അസൈൻ ചെയ്തിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ്, ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. ഹിയർ വി ക്രിയേറ്റ് എ ഫംഗ്ഷൻ ആഡ്. ഓക്കെ, ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, ഇതിലേക്ക് 3 ഫോർമൽ പാരാമീറ്റേഴ്സ് ആണുള്ളത്, എ ബി സി. ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ജസ്റ്റ് എ സ്റ്റാർ ബി പ്ലസ് സി ചെയ്തിട്ട് അതിനെ എസ് എന്ന് പറഞ്ഞൊരു വാരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നു. ദെൻ ആ എസ് എന്ന് പറയുന്ന വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നു. ഇതാണ് ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ഫംഗ്ഷനെ നമ്മൾ ഇവിടുന്ന് കോൾ ചെയ്യാണ്. അപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് ആഡ് ഓഫ് 10, 20, 30 ഇങ്ങനെയാണ് ഇവിടുന്ന് കോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റിക്വയർഡ് അല്ലെങ്കിൽ പൊസിഷണൽ ആർഗ്യുമെന്റ്സ് ആണ്. കാരണം ഇവിടെ എത്ര നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് ഉണ്ടോ അതേ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് വെച്ചിട്ട് തന്നെയാണ് ഇവിടുന്ന് കോൾ ചെയ്യുന്നത്. കോൾ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പൊസിഷനെ അനുസരിച്ചിട്ടാണ് ഓരോ വാല്യൂസും ഈ ഫംഗ്ഷൻ കോളിന്ന് ഫംഗ്ഷൻ ഡെഫിനീഷനിലേക്ക് അസൈൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ്, ഫസ്റ്റ് പൊസിഷനിലുള്ള വാല്യൂ ഫസ്റ്റ് വാരിയബിളിലേക്ക് അസൈൻ ചെയ്യും, സെക്കൻഡ് പൊസിഷനിലുള്ളത് സെക്കൻഡ് വാല്യൂയിലേക്ക്, അതുപോലെ തേർഡ് പൊസിഷനിലുള്ളത് തേർഡ് വാരിയബിളിലേക്ക്, ഇങ്ങനെ അസൈൻ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ് റിക്വയർഡ് അല്ലെങ്കിൽ പൊസിഷണൽ ആർഗ്യുമെന്റ്സ്. നിങ്ങൾ സിയിലൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. സോ നോർമലി നമ്മൾ ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് ഒക്കെ റിക്വയർഡ് അല്ലെങ്കിൽ പൊസിഷണൽ ആർഗ്യുമെന്റ്സ് ആയിരിക്കും. ദാറ്റ് ഈസ്, എത്ര നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് ഫോർമൽ പാരാമീറ്റേഴ്സിൽ ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് ഇവിടെ ഫംഗ്ഷൻ കോളിലും ഉണ്ടായിരിക്കണം. ഓക്കെ, അത് പൊസിഷന്റെ ഓർഡറിൽ ഓരോ പാരാമീറ്റർ ആയിട്ട് അസൈൻ ചെയ്തിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ കേസിൽ ആഡ് ഓഫ് 10, 20, 30 എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ വിളിക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് 10 എയിലേക്കും 20 ബിയിലേക്കും 30 സിയിലേക്കും അസൈൻ ചെയ്യും. ദെൻ ഇവിടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ എസിലേക്ക് ആ വാല്യൂ അസൈൻ ചെയ്യും. ദെൻ റിട്ടേൺ ചെയ്യാണ്. ഇവിടെ ഈ റിട്ടേൺ ചെയ്തു വരുന്ന വാല്യൂവിനെ ഡയറക്റ്റ് പ്രിന്റ് ചെയ്യാനായിട്ട് പ്രിന്റ് സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിൽ നമുക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് നല്ലൊരു മെത്തേഡാണ്. ഇങ്ങനെ പ്രിന്റിന്റെ ഉള്ളിൽ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് റിട്ടേൺ ചെയ്ത് വരുന്ന വാല്യൂ, ഈ ഫംഗ്ഷനെ ഇവിടുന്ന് കോൾ ചെയ്യും. കോൾ ചെയ്തതിന് ശേഷം ഇവിടുന്ന് റിട്ടേൺ ചെയ്ത് വരുന്ന വാല്യൂ എന്താണോ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇവിടുന്ന് റിട്ടേൺ ചെയ്ത് വരുന്ന വാല്യൂ 230 ആണ്. പ്രിന്റ് ഓഫ് 230 വരും. ദാറ്റ് ഈസ് 230 എന്ന് പറഞ്ഞിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ്, ആഡ് ഓഫ് 10, 20 എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ജനറേറ്റ് എൻ എറർ. കാരണം ഇത് പൊസിഷണൽ ആർഗ്യുമെന്റ്സ് ആണ്. ഓരോ ആർഗ്യുമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ് വേണം. ഇവിടെ 3 പാരാമീറ്റേഴ്സ് ഉണ്ട്, പക്ഷെ ഇവിടെ 2 ആർഗ്യുമെന്റ്സ് ഇവിടുന്ന് പാസ് ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വിൽ ജനറേറ്റ് എൻ എറർ. ഓക്കെ, similarly, if the order of arguments are not mentioned, the result obtained may not be the intended one. That is, ഇവിടെ add of 10, 20, 30 എന്ന് പറഞ്ഞിട്ട് വിളിച്ചാലും അതുപോലെ add of 20, 30, 10. That is, പൊസിഷൻസിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാരാമീറ്റേഴ്സിന്റെ ഓർഡർ നമ്മൾ ചേഞ്ച് ചെയ്യണതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന റിസൾട്ടിലും ചേഞ്ച് വരാം. അപ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്ന ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, then next type of arguments is default arguments. Default arguments നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചതാണ്. When writing a function, you can define a default value for each parameter. If an argument for a parameter is provided in the function call, Python uses the argument value. If not, it uses the parameter's default value. The assignment operator equal to is used to assign a default value to the argument.
If we provide value to the default arguments during function calls, it overrides the default value. The function can have any number of default arguments. Default arguments must appear to the right of any non-default arguments in a function parameters list. We will discuss an example. That is, ഇവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. ദെൻ ഇവിടെ ഇങ്ങനെയാണ് പാരാമീറ്റേഴ്സ് ഇവിടെ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ പാസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് എ ബി സി, 3 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഈ പാരാമീറ്റേഴ്സിൽ ബി ഈക്വൽ ടു 5 സി ഈക്വൽ ടു 5 ഇങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുന്നതിനെയാണ് ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ബിക്കും സിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് പാസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ഡിഫോൾട്ട് വാല്യൂ ആയിട്ട് ബിക്ക് 5ഉം സിക്ക് 10ഉം എടുക്കും. അതേസമയം നമ്മൾ പാസ് ചെയ്യുമ്പോൾ ബിക്കും സിക്കും കറസ്പോണ്ടിങ് ആയിട്ട് വേറെ വാല്യൂസ് പാസ് ചെയ്യുകയാണെങ്കിൽ ഈ 5നെയും 10നെയും ഓവർറൈഡ് ചെയ്തിട്ട് നമ്മൾ പുതിയതായിട്ട് പാസ് ചെയ്ത വാല്യൂ വെച്ചിട്ട് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. ഈ ഫംഗ്ഷനിൽ ജസ്റ്റ് അതിന്റെ സമ്മ് കണ്ട് ആ വാല്യൂനെ റിട്ടേൺ ചെയ്യും. അപ്പം നമ്മൾ നേരത്തെ കഴിഞ്ഞ എക്സാമ്പിളിൽ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്ന ഒരു എസ് എന്ന് പറഞ്ഞ വാരിയബിളിലേക്ക് അസൈൻ ചെയ്ത് ആ എസിനെ റിട്ടേൺ ചെയ്തു. അവിടെ എസ് എന്ന് പറയുന്ന ഒരു വാരിയബിൾ ഉണ്ടാക്കുന്നതിന് പകരം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റിട്ടേൺ എ പ്ലസ് ബി പ്ലസ് സി എന്ന് ഇങ്ങനെയും കൊടുക്കാം. ഓക്കെ, ഇത് 3 ടൈപ്പിൽ ഇതിനെ ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് സം ഈസ് ആഡ് ഓഫ് 3 എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യാണ്. ആഡ് ഓഫ് 3 എന്ന് പറഞ്ഞ് കോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ആകെ ഒരു പാരാമീറ്ററിനെ ഇങ്ങനെ നമുക്ക് കോൾ ചെയ്യാം. ദാറ്റ് ഈസ് പ്രിന്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് കാണിച്ചിട്ട് ദെൻ ഫംഗ്ഷൻ കോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുമ്പോൾ ഇതും വരും, അതിൻ്റെ ശേഷം ഇവിടുത്തെ റിസൾട്ട് എന്താണോ അതും കൂടി ചേർത്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് വരിക. സോ ഇവിടെ ആഡ് ഓഫ് 3 എന്ന് പറഞ്ഞിട്ടാണ് കോൾ ചെയ്യുന്നത്. ആഡ് ഓഫ് 3 എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു വാരിയബിളിനെ നമ്മൾ ഇവിടുന്ന് ഒരു ആർഗ്യുമെന്റിനെ ഇവിടുന്ന് നമ്മൾ പാസ് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു ആർഗ്യുമെന്റിനെ പാസ് ചെയ്യുന്ന സമയത്ത് എയിലേക്ക് ഈ 3നെ വരും, ബാക്കി ബിയിലേക്ക് 5ഉം സിയിലേക്ക് 10ഉം ഓൾറെഡി ഉണ്ട്. സോ 3 + 5 + 10 ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് നമുക്ക് റിട്ടേൺ ചെയ്ത് വരും. സോ റിസൾട്ട് ഈസ് ഒബ്റ്റെയിൻഡ് ആസ് ദ സം ഈസ് 18. ഓക്കെ, ദെൻ consider the second case, that is giving one of the optional arguments. That is ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ആഡ് ഓഫ് 3,4 ആണ്. സോ 3 എന്ന് പറയുന്ന വാല്യൂ എ എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് അസൈൻ ചെയ്യും. ദെൻ 4 എന്ന് പറയുന്ന വാല്യൂ ഇവിടുന്ന് പാസ് ചെയ്യുന്നുണ്ട്. അവിടെ ബി ഈക്വൽ ടു 5 എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഡിഫോൾട്ട് വാല്യൂ ഉണ്ട്. പക്ഷെ ഇവിടെ 4 പാസ് ചെയ്യുന്ന സമയത്ത് ഈ 4 ബിയിലേക്കാണ് പോകുന്നത്. സോ 5 എന്ന് പറയുന്ന വാല്യൂനെ ഓവർറൈഡ് ചെയ്തിട്ട് ബിയുടെ വാല്യൂ 4 ആയിട്ട് മാറും. പിന്നെ തേർഡ് വാരിയബിൾ ഒന്നും പാസ് ചെയ്യാത്ത കാരണം സിയിൽ ആ 10 തന്നെ വരും. സോ വി ഗോട്ട് ദ ആൻസർ ഈസ് 17. ദാറ്റ് ഈസ് 3 + 4 + 10. Okay, then consider the last case, that is giving all the arguments. ഇവിടെ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് ആഡ് ഓഫ് 2, 3, 4 ആണ്. ദാറ്റ് ഈസ് എയിലേക്ക് 2 വരും, ബിയിലേക്ക് 5നെ ഓവർറൈഡ് ചെയ്തിട്ട് 3 വരും, ദെൻ സിയിലേക്ക് 10നെ ഓവർറൈഡ് ചെയ്തിട്ട് 4 വരും. സോ ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് വി ഗെറ്റ് ദ ഔട്ട്പുട്ട് ഈസ് ദ സം ഈസ് 9. ഓക്കെ, അതുപോലെ ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് ഒരു ഫംഗ്ഷൻ ഡെഫിനേഷനിൽ ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഒരു ഫംഗ്ഷൻ ഡെഫിനേഷൻ കൺസിഡർ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഡിഫോൾട്ട് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഉണ്ടാവും, നോൺ ഡിഫോൾട്ട് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഉണ്ടാവും. എപ്പോഴും ഡിഫോൾട്ട് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് നോൺ ഡിഫോൾട്ട് പാരാമീറ്റേഴ്സിന്റെ റൈറ്റ് സൈഡിലായിരിക്കണം. ദാറ്റ് ഈസ് എപ്പോഴാണോ നമ്മളൊരു ഡിഫോൾട്ട് പാരാമീറ്റർ ഒരു പാരാമീറ്റർ ലിസ്റ്റിൽ യൂസ് ചെയ്യണത് അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരിക്കലും നോൺ ഡിഫോൾട്ട് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് വരാൻ പാടില്ല. എപ്പോഴും റൈറ്റ് സൈഡിൽ ഡിഫോൾട്ട് പാരാമീറ്റേഴ്സ് മാത്രം വരുള്ളൂ, ലെഫ്റ്റ് സൈഡിൽ നോൺ ഡിഫോൾട്ട് പാരാമീറ്റേഴ്സും വരും. ഓക്കെ, അങ്ങനെ വേണം ഇത് കൊടുക്കാനായിട്ട്. Then consider next type of arguments, that is keyword arguments. By default, when you call a function with some values, these values get assigned to the corresponding formal parameters according to their position. That we already studied in positional arguments. Keyword arguments are related to the function calls. When you use keyword arguments in the function call, the caller identifies the arguments by the parameter name and not by their positions. That is, parameter name വെച്ച് ഓരോ പാരാമീറ്ററിനെ ഐഡന്റിഫൈ ചെയ്യുക, പൊസിഷൻ വെച്ചിട്ടല്ല, പകരം പാരാമീറ്ററിന്റെ നെയിം വെച്ച് ഐഡന്റിഫൈ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ്സിനെയാണ് കീവേഡ് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. A keyword argument is a name equal to value pair that you pass to a function. During function call, values passed through arguments need not be in the order of parameters in the function definition. This can be achieved by keyword arguments. But all the keyword arguments should match the parameters in the function definition.
That is, consider this example. നമ്മളിപ്പോൾ പറഞ്ഞു പൊസിഷണൽ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാമീറ്റേഴ്സിന്റെ പൊസിഷൻ വെച്ച് മാച്ച് ചെയ്യുന്നതാണ് പൊസിഷണൽ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ റിക്വയർഡ് ആർഗ്യുമെന്റ്സ്. കീവേഡ് ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പാരാമീറ്റേഴ്സിന്റെ പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. പകരം ആ പാരാമീറ്റേഴ്സിനെ ഫോർമൽ പാരാമീറ്ററിനെയും അതുപോലെ ആക്ച്വൽ പാരാമീറ്ററിനെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നത് ആ പാരാമീറ്റേഴ്സിന്റെ പേര് വെച്ചിട്ടാണ്. കൺസിഡർ ദിസ് എക്സാമ്പിൾ. ഇവിടെ നമ്മൾ ആഡ് എന്ന് പറയുന്ന കഴിഞ്ഞ എക്സാമ്പിളിലൊക്കെ പോലെ തന്നെ ഒരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഹിയർ വി കോൾ ദ ഫംഗ്ഷൻ ലൈക്ക് ദിസ്. ദാറ്റ് ഈസ് ആഡ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് ഇങ്ങനെ ഒരു മെത്തേഡിലാണ്. ഇറ്റ് ഈസ് നോൺ ആസ് കീവേഡ് ആർഗ്യുമെന്റ്സ്. നമ്മൾ ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ് ഓൾറെഡി പഠിച്ചു. ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സിൽ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള അസൈൻ ചെയ്യണത് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷനിലാണ്. പക്ഷെ കീവേഡ് ആർഗ്യുമെന്റ്സിൽ ഇവിടെ ഈക്വൽ ടു അസൈൻ ചെയ്യുന്നത് ഫംഗ്ഷൻ കോളിങ്ങിലാണ്. ദാറ്റ് ഈസ് ഇവിടെ ഏതൊക്കെ പാരാമീറ്റേഴ്സ് ഉണ്ടോ ആ പേരുള്ള പാരാമീറ്റേഴ്സ് എല്ലാം ഇവിടെ നമ്മൾ ഈക്വൽ ടു ഇട്ടിട്ട് അസൈൻ ചെയ്ത് കൊടുക്കണം അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂസ്. സോ ഇവിടെ എ ബി സി എന്ന് പറയുന്ന ഓർഡറിലാണെങ്കിൽ ഇവിടെ അതേ ഓർഡർ കീപ്പ് ചെയ്യണമെന്നില്ല, ഓർഡർ വേണമെങ്കിൽ വ്യത്യാസം വരുത്താം. ഇവിടെ ഏതൊക്കെ വാല്യൂസ് ഉണ്ടോ അതിനുള്ള കറസ്പോണ്ടിങ് വാല്യൂസ് ഇവിടുന്ന് പാസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഇവിടെ ബി ഈക്വൽ ടു 10, സി ഈക്വൽ ടു 15, എ ഈക്വൽ ടു 20 എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. സോ ബിയിലേക്ക് 10 വരും, സിയിലേക്ക് 15 വരും, എയിലേക്ക് 20 വരും. ദെൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇതേ ആർഗ്യുമെന്റ്സിന് തന്നെ പൊസിഷൻ മാറ്റിയിട്ടിട്ട് നമുക്ക് ഇതേപോലെ ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇതേ ഔട്ട്പുട്ട് തന്നെ നമ്മൾ എല്ലാ കേസിലും വരും. കാരണം എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് സെയിം ആണ്, അതിന്റെ ഓർഡർ ജസ്റ്റ് മാറ്റി കൊടുക്കുന്നു എന്നുള്ളൂ. Okay, then consider another example for keyword arguments. ഇവിടെ നമ്മൾ ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ 3 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇവിടുത്തെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഡീഫോൾട്ട് പാരാമീറ്റേഴ്സും ഉണ്ട്, നോൺ ഡീഫോൾട്ട് പാരാമീറ്റേഴ്സും ഉണ്ട്. ഓക്കെ, ഇനി ഇവിടുന്ന് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ദാറ്റ് ഈസ് ബി ഈക്വൽ ടു 10, സി ഈക്വൽ ടു 15, എ ഈക്വൽ ടു 20. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ഇവിടെ ഡീഫോൾട്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇവിടെയും നമ്മൾ ഇവിടെ കീവേഡ് ആർഗ്യുമെന്റ്സ് ആയിട്ടാണ് ഇവിടെ കോൾ ചെയ്യുന്നത്. സോ ഇവിടുത്തെ നേരത്തെ പറഞ്ഞ കേസ് പോലെ തന്നെ ബി ഈക്വൽ ടു 10 ആണ്. സോ ഈ ബി ഈക്വൽ ടു 5 എന്ന് പറഞ്ഞ ഡീഫോൾട്ട് ആർഗ്യുമെന്റിന് ഓവർ റൈഡ് ചെയ്തിട്ട് ബിയിലേക്ക് 10 എന്ന് പറഞ്ഞ വാല്യൂ വരും. സി ഈക്വൽ ടു 15 ആണ്, അഗെയിൻ സി ഈക്വൽ ടു 10 ഓവർ റൈഡ് ചെയ്ത് 15 എന്ന് പറഞ്ഞ വാല്യൂ വരും. ദെൻ എ ഈക്വൽ ടു 20 ആണ്, എയിലേക്ക് 20 അസൈൻ ചെയ്യും. അതെല്ലാം സം ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, ഓൾസോ ഇതേ ഫംഗ്ഷനെ തന്നെ നമ്മൾ ആഡ് എ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ട് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്യും, അതുപോലെ കീവേഡ് ആർഗ്യുമെന്റ്സിന് യൂസ് ചെയ്യും. എ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എയിലേക്കുള്ള വാല്യൂ 10 വരും. ബാക്കി ബിയുടെയും സിയുടെയും വാല്യൂ ഇവിടുന്ന് പാസ് ചെയ്യാത്ത കാരണം തന്നെ ഇവിടുത്തെ ഡീഫോൾട്ട് വാല്യൂ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് കീവേഡ് ആർഗ്യുമെന്റും ഡീഫോൾട്ട് ആർഗ്യുമെന്റും കമ്പൈൻ ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടി ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then the last type of arguments is variable length arguments. Variable length arguments is also known as arbitrary arguments. If we don't know the number of arguments needed for the function in advance, we can use arbitrary arguments. That is, ഒരു ഫംഗ്ഷനിലേക്ക് എത്ര നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യണമെന്ന് നമുക്ക് അഡ്വാൻസ് ആയിട്ട് അറിയുന്നില്ലെങ്കിൽ അങ്ങനത്തെ കേസിലാണ് നമ്മൾ ആർബിട്രറി ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്യുക. There are 2 types of arbitrary arguments, that is arbitrary positional arguments and arbitrary keyword arguments. First, arbitrary positional arguments. For arbitrary positional arguments, an asterisk is placed before parameter in the function definition, which can hold non-keyword variable length arguments. Okay, these arguments will be wrapped up in a tuple before the variable number of arguments, 0 or more normal arguments may occur. That is, നമ്മൾ ഒരു നോൺ കീവേഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ്, നോൺ കീവേഡ് ആർഗ്യുമെന്റ്സിന്റെ കേസിൽ മാത്രമാണ് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നോൺ കീവേഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സിന്റെ കേസിൽ എത്ര നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യേണ്ടി വരും എന്ന് മുന്നകൂട്ടി അറിയാത്ത കേസിലാണ് നമ്മൾ പാരാമീറ്റേഴ്സിന്റെ ഫ്രണ്ടിൽ, ഫോർമൽ പാരാമീറ്ററിന്റെ ഫ്രണ്ടിൽ സ്റ്റാർ എന്ന് പറയുന്ന ഒരു സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, ഡെഫ് ആഡ് ഓഫ് സ്റ്റാർ ബി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇവിടെ എത്ര നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഇവിടെ ഈ ഒരു അഡീഷൻ ആണ്, എത്ര നമ്പർ ഓഫ് വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ടോ അതിനെല്ലാം ആഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ ഇവിടെ എത്ര നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഇവിടെ പാസ് ചെയ്യുന്നത് നമുക്ക് മുന്നകൂട്ടി പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് ജസ്റ്റ് ഒരു ആസ്റ്ററിക് സിമ്പിൾ ഒരു പാരാമീറ്ററിന്റെ മുമ്പിലായിട്ട് ഇടുന്നു. ഓക്കെ, ദെൻ അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ
ഫോർ ലൂപ്പ് വെച്ചിട്ട് ഈ ഇതിൽ എന്തൊക്കെ വാല്യൂസ് ഉണ്ടോ അതിനെയെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ സമ്മ് കണ്ടിട്ട് അത് ജസ്റ്റ് റിട്ടേൺ ചെയ്യുക. അതാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. സോ നമ്മൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യാനായിട്ട് ടപ്പിളായിട്ടാണ് ഇതിലേക്ക് ഫംഗ്ഷൻ ഇങ്ങനെ ഒരു ആസ്റ്ററിക് യൂസ് ചെയ്യുന്ന സമയത്ത് ടപ്പിളായിട്ടാണ് ഇവിടുന്ന് വാല്യൂസിനെ നമ്മൾ കോൾ ചെയ്യുക. സോ ആഡ് ഓഫ് എന്ന് പറഞ്ഞിട്ട് എത്ര വാല്യൂസ് ഉണ്ട്, ദാറ്റ് ഈസ് 5 വാല്യൂ ആണെങ്കിൽ 1 2 3 4 5 ഇങ്ങനെ 5 വാല്യൂസ് ആയിട്ട് കൊടുക്കും. സോ അത് സം കണ്ടിട്ട് ദാറ്റ് ഈസ് 1 പ്ലസ് 2 പ്ലസ് ഈ ഒരു ഫംഗ്ഷൻ അതാണ് ചെയ്യുന്നത്, ഫോർ ലൂപ്പ് വെച്ചിട്ട് ഇതിന്റെ സം കാണാനായിട്ട്. ദാറ്റ് ഈസ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 എന്ന് പറഞ്ഞ് കണ്ടിട്ട് അതിന്റെ സം എന്താണോ അത് നമുക്ക് റിട്ടേൺ ചെയ്ത് വരും. ആ റിട്ടേൺ ചെയ്തിട്ട് പ്രിന്റ് ചെയ്യും. സോ ഔട്ട്പുട്ട് 15 കിട്ടും. ഇനി ഇതേപോലെ തന്നെ ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് 2 വേരിയബിൾ വെച്ചിട്ടും പാസ് ചെയ്യാം, 2 ആർഗ്യുമെന്റ്സ് വെച്ചിട്ടും പാസ് ചെയ്യാം. ദാറ്റ് ഈസ് ആഡ് ഓഫ് 10, 20. അങ്ങനത്തെ കേസിൽ 10ഉം 20ഉം മാത്രം ആഡ് ചെയ്തിട്ട് നമുക്ക് 30 എന്നുള്ള റിസൾട്ട് വരും. ജസ്റ്റ് ആഡ് ഓഫ് സിംഗിൾ വാല്യൂ, സിംഗിൾ ആർഗ്യുമെന്റ് മാത്രം പാസ് ചെയ്യാം, 1 ആർഗ്യുമെന്റ് പാസ് ചെയ്യാം, 2 ആർഗ്യുമെന്റ് പാസ് ചെയ്യാം. അങ്ങനെ എത്ര നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് വേണമെങ്കിലും നമ്മൾ ഈ ടപ്പിൾ ഫോമിൽ നമുക്ക് ഈ ഒരു ആസ്റ്ററിക് കേസിൽ നമുക്ക് പാസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ആർഗ്യുമെന്റ്സ് എല്ലാം നോൺ കീവേഡ് ആർഗ്യുമെന്റ്സ് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ആർബിട്രറി കീവേഡ് ആർഗ്യുമെന്റ്സ്. അപ്പൊ നമ്മൾ നേരത്തെ പൊസിഷണൽ ആർഗ്യുമെന്റ്സിന്റെ കേസിലാണ് പറഞ്ഞത്. ഇനി ഇവിടെ കീവേഡ് ആർഗ്യുമെന്റ്സിന്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ആർബിട്രറി ആർഗ്യുമെന്റ്സ് കൊടുക്കുക. ദാറ്റ് ഈസ് ഫോർ ആർബിട്രറി പൊസിഷണൽ ആർഗ്യുമെന്റ്സ് a double asterisk is placed before parameter in the function which can hold keyword variable length arguments. മറ്റോടത്ത് നമുക്ക് കീവേഡ് ആർഗ്യുമെന്റ്സിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ ഇവിടെ നമുക്ക് കീവേഡ് വാരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്യാം. അതിനുവേണ്ടി ഡബിൾ ആസ്റ്ററിസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, മൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട്. ദെൻ ഇതിൻ്റെ ഉള്ളൊരു ജസ്റ്റ് ഒരു വാരിയബിളിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് ഡബിൾ ആസ്റ്ററിസ്ക്, ഫ്രണ്ടിൽ ഡബിൾ ആസ്റ്ററിസ്ക് കൊടുത്തിരിക്കുകയാണ്. ദെൻ ജസ്റ്റ് നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യാനാണ് നമ്മുടെ പ്രോഗ്രാം കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ 2 പാരാമീറ്ററിനെ പാസ് ചെയ്തിട്ടുണ്ട്. എഫ് നെയിം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടും എൽ നെയിം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് 2 പാരാമീറ്ററിനെ പാസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ പാസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് കീവേഡ് ആർഗ്യുമെന്റ്സ്. അപ്പോൾ ഈ കീവേഡ് ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്യുന്ന കേസിലാണ് നമ്മൾ ഡബിൾ ആസ്റ്ററിസ്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കീവേഡ് ആർഗ്യുമെന്റ്സ് ഇവിടുന്ന് പാസ് ചെയ്യുന്ന സമയത്ത് ആ കീവേഡ് ആർഗ്യുമെന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താണെങ്കിൽ ഇവിടെ ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിഡ് ഓഫ് എൽ നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ പാസ് ചെയ്തതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൽ നെയിം എന്താണോ അത് നമുക്ക് പ്രിന്റ് ചെയ്ത് വരും. ദാറ്റ് ഈസ് ഹിസ് ലാസ്റ്റ് നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന എൽ നെയിം എന്താണോ അത് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ആർബിട്രറി കീവേഡ് ആർഗ്യുമെന്റ്സ്. Okay, so these are the 4 different types of arguments. Okay, then last return statement. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞതാണ്. ഒരു ഫംഗ്ഷനിൽ നിന്ന് ഒരു വാല്യൂവിനെ കോളിംഗ് ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യാനാണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. The return statement is used to also for exit a function. A function may or may not have return statement. Okay, the statement if any exist after the return statement are not executed. That is ഒരു ഫംഗ്ഷനിലെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യില്ല. If the return statement is without any expression, then the special value none is returned. That is, ഒരു നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞു, ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ എക്സ്പ്രഷൻ ഒന്നും കൊടുക്കാതെ ജസ്റ്റ് ഒരു റിട്ടേൺ മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ then a special value none is returned. അവിടെ none എന്ന് പറയുന്ന വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ none will be returned even if you have not explicitly given a return statement in your function. That is, നമ്മുടെ ഫംഗ്ഷന്റെ അടിയിലായിട്ട് നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും അവിടെ ഡിഫോൾട്ട് ആയിട്ട് റിട്ടേൺ ചെയ്യുന്ന ഒരു വാല്യൂ ആണ് നൺ. അതേസമയം എന്തെങ്കിലും നമുക്ക് ഈ പ്രോഗ്രാം ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യാനുണ്ടെങ്കിലാണ് റിട്ടേൺ വിത്ത് എന്താണോ റിട്ടേൺ ചെയ്യേണ്ടതെന്നുള്ള എക്സ്പ്രഷനോട് കൂടി കൊടുക്കുന്നത്. ദാറ്റ് ഈസ് സിംഗിൾ എ റിട്ടേൺ കൊടുക്കുന്നതും റിട്ടേൺ ഒരു റിട്ടേൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കൊടുക്കാതിരിക്കുന്നതും സിമിലർ ആണ്. രണ്ട് കേസിലും നൺ എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിരിക്കും അവിടെ റിട്ടേൺ ചെയ്ത് വരുന്നത്. ഓക്കെ, then
പൈത്തണിൽ മൾട്ടിപ്പിൾ വാല്യൂസും റിട്ടേൺ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ ഒരു സിമ്പിൾ സി ഫംഗ്ഷനിന് നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസിനെ റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ മൾട്ടിപ്പിൾ വാല്യൂസിനെ റിട്ടേൺ ചെയ്യാൻ പോയിന്റർ പോലത്തെയുള്ള കൺസെപ്റ്റ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ പൈത്തണിൽ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസിനെ റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് പോസിബിൾ ടു റിട്ടേൺ മൾട്ടിപ്പിൾ വാല്യൂസ് ഫ്രം എ ഫംഗ്ഷൻ ഇൻ പൈത്തൺ ഇൻ ദ ഫോം ഓഫ് tuple, list, dictionary or an object of a user defined class. tuple, list, dictionary ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസിനെ റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ ആണ് ഡെഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ. ഇവിടെ പാരാമീറ്റേഴ്സ് ഒന്നും പാസ് ചെയ്യുന്നില്ല. a equal to 10, b equal to 20, then just return a, b. ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ വരുന്നത്. Okay, then this is a function definition. ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. ഫംഗ്ഷൻ ജസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് കോൾ ചെയ്തിട്ട് ആ കോൾ ചെയ്ത് റിട്ടേൺ ചെയ്ത് വരുന്നുണ്ട്. എയുടെയും ബിയുടെയും വാല്യൂ ഇവിടെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതിനെ മേടിക്കാനായിട്ട് എക്സ് എന്ന് പറയുന്ന ഒരു വാരിയബിളിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ എക്സ് എന്ന് പറഞ്ഞ വാരിയബിളിനെ നമ്മൾ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് വി ഗോട്ട് ദ ഔട്ട്പുട്ട് ആസ് 10, 20. ദാറ്റ് ഈസ് ഇതൊരു ടപ്പിൾ ഫോമിലാണ് റിട്ടേൺ ചെയ്ത് വരുന്നത്. സോ ഒരു പാരന്തസിസിനുള്ളിൽ 10, 20 എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യും. ഈ എക്സിന്റെ ടൈപ്പ് നമ്മൾ ടൈപ്പ് മെത്തേഡിനെ കുറിച്ച് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ടൈപ്പ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ടപ്പിൾ ആണ്. സോ ഇറ്റ് will return as class tuple. അതുപോലെ തന്നെ നമുക്ക് ഈ ഫംഗ്ഷൻ ഇങ്ങനെ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ഫംഗ്ഷൻ എന്ന് പറയുന്നതിന് നമ്മൾ ഒരു വാരിയബിൾക്ക് ഈ ഫംഗ്ഷന്റെ വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നതിന് പകരം രണ്ട് വാല്യൂ ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്യുന്നുണ്ട്. സോ എക്സ് കോമ വൈ ഈക്വൽ ടു ഫംഗ്ഷൻ ഇങ്ങനെയും കൊടുക്കുക. അപ്പോൾ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് എയുടെയും ബിയുടെയും വാല്യൂ റിട്ടേൺ ചെയ്ത് വരും. അത് എക്സിലേക്കും വൈയിലേക്കും എയുടെ വാല്യൂ എക്സിലേക്കും ബിയുടെ വാല്യൂ വൈയിലേക്കും അസൈൻ ചെയ്ത് വരും. ദെൻ എക്സ് കോമ വൈ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് വി ഗോട്ട് ഓൾസോ ദ ഔട്ട്പുട്ട് ആസ് 10, 20. ഇത് ടപ്പിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് റിട്ടേൺ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലിസ്റ്റ് യൂസ് ചെയ്തിട്ടും നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസിനെ റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ഡെഫ് ഫംഗ്ഷൻ. ഇതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ രണ്ട് വാല്യൂസിനെ അസൈൻ ചെയ്തു. ദെൻ റിട്ടേൺ യൂസിങ് സ്ക്വയർ ബ്രാക്കറ്റ്. ഇവിടെ പാരന്തസിസ് ആണ്. അത് പാരന്തസിസ് നമ്മൾ സ്പെസിഫൈ ചെയ്യണമെന്നില്ല, ജസ്റ്റ് കോമ ഇട്ട് കൊടുത്താൽ മതി. ഇനി ലിസ്റ്റ് ആയിട്ടാണെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് റിട്ടേൺ എ കോമ ബി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ് ഈക്വൽ ടു, അതായത് ഫംഗ്ഷൻ കോൾ ചെയ്തു, ഈ ഫംഗ്ഷനെ കോൾ ചെയ്തു, എന്നിട്ട് അത് റിട്ടേൺ ചെയ്ത് വരുന്ന വാല്യൂവിനെ മേടിക്കാനായിട്ട് ഒരു വാല്യൂവിനെ ക്രിയേറ്റ് ചെയ്തു എക്സ്. ദെൻ എക്സ് എന്ന് പറഞ്ഞ വാല്യൂവിനെ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് വി ഗോട്ട് ഔട്ട്പുട്ട് ആസ് 10, 10. ദാറ്റ് ഈസ് ടപ്പിൾ ഫോമാറ്റിൽ ലിസ്റ്റ് ഫോമാറ്റിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഈ എക്സിന്റെ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ ടൈപ്പ് മെത്തേഡ് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ വി ഗോട്ട് ദ ടൈപ്പ് ആസ് ലിസ്റ്റ്, ക്ലാസ് ലിസ്റ്റ്. ഓക്കെ, സോ വി ക്യാൻ ഏബിൾ ടു റിട്ടേൺ മൾട്ടിപ്പിൾ വാല്യൂസ് ഇൻ പൈത്തൺ. ഓക്കെ, സോ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിലെ കുറച്ച് കൺസെപ്റ്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. സോ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ടുഡേസ് സെഷൻ. താങ്ക് യു.